ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തോരൻ്റെ റെസിപ്പിയാണ്. സവാള വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തോരൻ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. കുറച്ച് ചമ്മന്തി ഈ തോരന് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറിനാൻ വേണ്ടിയിട്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 സവാളയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തുക. ഇത് നമുക്ക് നമ്മുടെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും കട്ട് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ സവാളയെല്ലാം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചു. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കുക. ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരണം. ഇതേപോലെ തട്ടിപ്പൊത്തി വെക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അടപ്പ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമില്ല, പക്ഷെ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിൽ നമ്മുടെ തോരൻ വെളുത്തിരിക്കും. കളറൊന്ന് ചേഞ്ച് ആകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ തോരൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം. തീ കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് വീണ്ടും ഇളക്കി ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ സ്റ്റേജ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സവാള തോരൻ. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.